ഇന്ന് ഡിന്നർ നിനക്ക് എന്താ വേണ്ടത്? എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഞാൻ ഉണ്ടാക്കി തരാം. നമ്മുടെ ഫേവറേറ്റ് ഫുഡ് ചോദിച്ചാൽ ഏതായാലും കോളാക്കും. അമ്മ വെറുതെ എന്തിന്റെ പ്രശ്നം ഉണ്ടാക്കണേ? നിങ്ങളെ പൈസ തന്നോളൂ, ഞാൻ പുറത്ത് പോയി തിന്നോണ്ട്. ഇവനെ കൊണ്ട് വേഗത്തിൽ ഓടാൻ കഴിയും, അതുകൊണ്ടാണ് ഇവൻ ചീറ്റപ്പുലി ഡ്രസ് ഇട്ടോണ്ടിരിക്കുന്നത്. ഇവന്റെ മറ്റേ പേര് ചീത്ത. ഹലോ, ഹായ്. ഇവനക്ക് ക്യാപ്റ്റൻ എന്ന പേരിൽ അർത്ഥം അറിയില്ല തോന്നുന്നു. ഇവനൊക്കെ എന്താ അറിയുമ്പോ തന്നെ തോപ്പിച്ചു. നീ എന്താടാ ചെയ്യണേ? ചീറ്റപ്പുലിക്ക് പാല് വേണ്ടേ? വെറുപ്പിക്കല്ല, നീ എന്നെ കളിയാക്കല്ല. നീ എന്തത് ചീറ്റപ്പുലിന്റെ വാൽ തൊട്ടപ്പോ തൊള്ളറങ്ങാതെ വർത്തനം പറയണത്? ആര് ജയിച്ചാലെന്താ, ഉറപ്പായി ഒരാൾ തോക്കാൻ തന്നെ പോണേ. തോക്കാൻ പോണോന്റെ വർത്താനം നോക്കിയാ. വാലില്ലാത്ത ചീറ്റപ്പുലിക്ക് തൊള്ള കൂട്ടി നിക്കണം. നിങ്ങൾ എന്താ ചെയ്യണേ? ഇത് ഒരു സ്പെഷ്യൽ ആണ് ഡിഷ്. ഇതിന്റെ പേര് മീസ് വെജിറ്റബിൾ റൈസ് എന്ന് പറയും. ഓഹോ, ഇന്ന് അച്ഛനാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാവുന്ന അറിയില്ല. ഏതായാലും കക്കൂസിൽ പോണ്ടേരും. അടിപൊളി. അച്ഛാ, അമ്മ നിങ്ങളെ കൊറേ ചീത്തറിഞ്ഞോ? വിരല് പോയി. എന്തിനാ ഹൗസില്ലാത്ത നടന്ന കാര്യമൊക്കെ ഓർമ്മിച്ചറിഞ്ഞ ഷിൻഷാൻ? മറന്നുക്കണോ കരുതി. നമ്മൾ പെട്ടെന്ന് എന്തേലും ചെയ്യണം. എത്ര ഇത്ര വലുപ്പല്ല കൂറാച്ചിട്ട് എവിടുന്ന് വന്നേക്കും? എന്താ അമ്മ, ഞാനാണ്. ഓക്കെ അമ്മ, ഞാൻ പിടിക്കുവാ. എന്താ വാങ്ങണ്ടേന്ന് ചോദിച്ചാദ്യ പോണേ ഷിൻഷാൻ. വേറെ എന്താ തിന്നാല ചോക്ലേറ്റും കളിച്ചാലോ ബൊമ്മ കുട്ടികൾ ഇതൊക്കെ വാങ്ങിട്ട് വാങ്ങിക്കാം. അമ്മ ഏത് സൂപ്പ് തന്നെയാണത്? ഏതാ ശരീരത്തിൽ ഒട്ടും ഒട്ടൂല നിനക്കറിയിട്ടോ ഷിൻഷാൻ? എന്നാ നിങ്ങളെന്നെ അടുത്ത് ഒട്ടിച്ചോടി. ഈ ബസ്സിൽ ആരും മനുഷ്യൻ കയറോ? എനിക്ക് വേറെ ബസ് അയച്ചേരി. ഇങ്ങോട്ട് നോക്ക് ചെറുക്ക, ഇത് മിസ്റ്റർ നവറോസിന്റെ വീടല്ലത്? ആരാ പറഞ്ഞ? ഇത് എന്റെ വീടാണ്. ഓ അങ്ങനെ. എന്നാ എന്റെ അച്ഛന്റെ പേരെന്താ? അച്ഛാ, രസമുണ്ടോ? വീട്ടില് വേറെ ആരെങ്കിലും ഉണ്ടോ? ആ, വീട്ടിലുണ്ടല്ലോ. ഇവരാണ് മിസ്റ്റർ സീറോ. ഈ പെരീന്നൊക്കെ വികൃതി കാട്ടാണ്. എനിക്ക് നല്ല സൈക്കിൾ വാങ്ങി തരുമ്പോ ഇജ്ജ് ഓട്ടോ സൈക്കിൾ എന്നാ പറയണേ. അനക്കൊക്കെ ഞാൻ നല്ല സൈക്കിൾ വാങ്ങി തന്ന ഇന്നെ പറയണം. ഇനി എന്ത് ചോദിച്ചാലും ഞാൻ ഉറപ്പാ വാങ്ങി തരില്ല. ദേഷ്യം പെട്ട് ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ. ചെറിയ കുട്ടികളെ വികൃതി കാട്ടും. ഇന്നലെ ഞാൻ അങ്ങനെ പറയേണ്ടില്ലേ? ഓനക്ക് അതിന് വാങ്ങിക്കൊടുക്കൂലെന്ന് പറയേണ്ടില്ലേ? ചെറിയ കുട്ടികളല്ലേ. എന്താ ഇവിടെ ചായ വിടാൻ തന്നെ സ്ഥലമില്ലല്ലോ. എന്നിട്ട് പാട്ടും കൂടി ഇത് കേൾക്കാൻ കഴിച്ചൂലേ ഈ വണ്ടിയില്? ചിൻഷാൻ പോവല്ലേ, നിർത്ത്. എന്താ പോവാൻ പറ്റില്ലേ? ചിൻഷാൻ പറയണേക്ക്, വണ്ടി നിർത്ത്. ഞാൻ ഇല്ലാന്ന് പറഞ്ഞിട്ടില്ല, വണ്ടി ഒറ്റക്ക് പോവാണ്. ചിൻഷാൻ കാല് താഴെ വെച്ചെന്റെ വണ്ടി നിർത്താൻ നോക്ക്. ഓക്കെ. കാല് നിലത്ത് കുത്താൻ വേണ്ടി സീറ്റിന്റെ മുകളിൽ കയറി നിൽക്കേ. ചിൻഷാൻ മര്യാദക്ക് നോക്കിപ്പോ. വണ്ടി വന്ന് ചാടിക്കോ. ഈ മോയിന്റെമാര് ബ്രേക്ക് വെക്കാൻ മറന്നു തോന്നുന്നമ്മ. ഹലോ സാർ, വെൽക്കം സാർ. നിങ്ങൾക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? സാർ, ഇവിടെ എല്ലാ വെറൈറ്റി സാധനങ്ങളും ഉണ്ട്. ഞങ്ങൾക്ക് നിങ്ങളെ ഷോപ്പിൽ നല്ല അടിപൊളി ബർഗർ ഉണ്ട് തരി. ഇവിടെ വെറൈറ്റി ബർഗർ ഒക്കെ ഉണ്ടോ? ബർഗർ, ചീസ് ബർഗർ, ബർഗർ, ബോയിൽഡ് ബർഗർ, ജംബോ ബർഗർ. നീയുണ്ടല്ലോ. എല്ലാ ബർഗറും എന്നെ കൂടെ ഒറ്റയ്ക്ക് തിന്നാൻ കഴിയോടോ? അത് ഞാൻ ഇത് ഫുള്ള് തിന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ വെറുതെ മെനു പഠിച്ചു നോക്കിയതാ. ചെല്ലി ചെറുക്കനെ കൊണ്ട് പോയാലുണ്ടല്ലോ. മര്യാദക്ക് നടക്ക് വീട്ടിൽ. നിന്റെ അച്ഛൻ വരുന്നവരെ ഇവിടെ തന്നെ നിക്ക്. ഇവിടുന്ന് മാറി നിന്നാ നിന്നെ
ഈ വാതിൽ പൂട്ടിട്ട് ഞാൻ നിക്കണ നിങ്ങക്ക് ഇങ്ങനെ അറിയണേ? ബെല്ലടിച്ച് തൊപ്പി പറപ്പിച്ചല്ലേ ചേട്ടാ, പറയണ കേക്കി. എന്താ ചെറുക്കിച്ച് അങ്ങനെ പറയണേ? മിസ്സസ് നൊഹാര, നിങ്ങൾക്ക് ഒരു പാർസൽ വന്നുകളെ. കഴിഞ്ഞ് വെല്ലുവിളി പോലെ മിമിക്കറൊക്കെ ചെയ്താ എന്റെ പെന്റെ ഉള്ളിൽ കയറ്റും കരുതൊക്കെ ചെയ്യും. ഞാൻ എന്റെ പെന്റെ ഉള്ളിൽ കയറ്റൂല ചിൻചാൻ. തൊപ്പി തെറിച്ചു വിചാരിച്ച് ഇയാളെ തെറിച്ചോണല്ലേ? നീയല്ലേ ചെയ്ത്? ശരിയാണ് പറഞ്ഞ കസാമ, ആവും മാത്രം ചുമ്മാ ഇത് തട്ടിയില്ലേ ഞാൻ അത് ചെയ്തിട്ടാനുണ്ടാവൂല. ഇത് ക്ലീൻ ചെയ്യുന്ന പരിപാടി ഇജ്ജന്നെ എടുക്കണം ജിൻഷാൻ. എന്തിനാവും മ്യൂസിക് കെട്ടാണ് ബിൽഡപ്പ് കൊടുക്കണേ? ഓ എന്താടാ ചെയ്യുന്നേ? ഓ, കണ്ടിട്ട് മനസ്സിലാണല്ലോ, സ്ഥലം ക്ലീൻ ചെയ്യാം. നോക്കിക്കോ, ഇതാണ് നമ്മളെ വീട്. 3 വർഷം മുന്നേ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാ. അത് ഇതിനിപ്പോൾ 20 വർഷത്തിന് ലോൺ ഉണ്ടല്ലോ. എന്ത് ചെയ്യാൻ പോണ അറിയില്ല. ജിൻഷാൻ നോക്കിമാ, സേഫായി നിക്ക്, ഞാൻ പോയാരട്ടോ. ഇത് ഞാൻ എന്നോട് പറയണ്ടേ? മര്യാദക്ക് നോക്കി സേഫ് ആക്കി പോയിക്കൊണ്ടിട്ടോ. 1 വർഷം നോക്കി, 2 വർഷം നോക്കി, 3 വർഷം നോക്കി, ഞങ്ങൾ വിജയിച്ചേ. അമ്മ, ഞാൻ 3 വർഷം നോക്കി പോകണ്ടോ. എപ്പോഴും ഞാൻ ഇതിൽ കൂടെ എന്നെ പോലെ ഇങ്ങനത്തെ ഐഡം നിച്ച് വന്നിട്ടില്ലല്ലോ. ഇത് ഇങ്ങനൊക്കെ വെക്കാൻ പറ്റും, പക്ഷെ ഒന്നിന്റെ കുറവുണ്ട്. മരം കുറച്ച് കുറവാ തോന്നുന്നുണ്ട് ജിൻഷാൻ. എന്ത് ചെയ്യും? നമ്മളടുത്ത് ഇല്ലാത്ത മരം എന്താ അച്ഛങ്ങൾ ഇങ്ങനെ? ഇതിലെത്ര മരം വരും പറയും. ടെറ മുറ്റാണ് വേഗം. എന്താ ചെയ്യുന്ന ജിൻഷാൻ? മര്യാദക്ക് ആ സാധനം താഴെ വെക്ക്. കടന ഉടനൊക്കെ വാങ്ങിക്കാണ്ട് വീട് ഇപ്പളാ കയറ്റിച്ച, അപ്പൊ ഇതിന് ഒറ്റ നാസാക്ക. അത് വീട്ടിനുള്ളിൽ വേറെ വാതിലൊക്കെ ഉണ്ടല്ലോ, ഒന്ന് പോയപ്പോ പ്രശ്നം. എവിടെയാണ് വെച്ചിരുന്നോള്? ഇജ്ജ് പറയണതൊന്നും എനിക്ക് മനസ്സിലാവണില്ല. എങ്ങനെയാ? ഒക്കെ തിന്ന് കഴിഞ്ഞിട്ട് പറയാം, അതുവരെ ഞാൻ വെയിറ്റ് ആക്കാം. അമ്മേ ഈ വാതിൽ തുറന്നതൊക്കെ നിങ്ങളെ മേത്ത് കൂടെ പോക്കെന്ന് പറയാൻ വിചാരിച്ചിനിപ്പാ. എപ്പോ പറയണോക്കിയാ നോക്കിയോ ഇമാമരി കുട്ടി, നിന്റെ അമ്മയും ഏട്ടനും വന്നിക്കണ്. ഇവിടെ നോക്കിയതിന് വളരെ നന്ദിയുണ്ട് കേട്ടോ. ഷിൻഷാൻ, നിന്റെ കാലിപ്പ് എങ്ങനെയുണ്ട്? കാലിപ്പ് എങ്ങനെയല്ലേ അതേപോലെ തന്നെ. കാലിപ്പുള്ള റെഡി ആയിട്ടില്ല. അയ്യോ പാവം, എന്ത് ചെയ്യാനാ? എനിക്കെന്തീ വാങ്ങി തരണം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ ബൂസ്റ്റ് കുപ്പി വാങ്ങി തരും. ഇന്ന് ഷിൻഷാൻ സ്കൂൾക്ക് പോവാണ്. ഇനിയിപ്പോ എന്ത് പറഞ്ഞു സ്കൂളിൽ ലീവ് എടുക്കുക അറിയില്ലല്ലോ. ഓന്റെ വർത്താനം നോക്ക്. കാല് വേദനാറാണ്, ഇത്ര ദിവസം എടുത്തിട്ട് പിന്നെ ഓനക്ക് ലീവ് ആണല്ലോ. അമ്മേ, ഞാൻ തന്നെ വന്നല്ലോ സ്കൂൾ ബസ് വരാത്തെ. ഷിൻഷാൻ, ഇജ്ജ് കൊറേ ദിവസം കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകണം കേട്ടോ. അപ്പൊ എല്ലാരും മുന്നിൽ നല്ല പേര് വാങ്ങണം കേട്ടോ. സ്കൂളിൽ എന്താ പേര് വെക്കണേ? ഫ്രണ്ട്സ്, ഈ സീറ്റ് ഉപയോഗിച്ചിട്ട് അടിപൊളി ടെന്റ് ഉണ്ടാക്കിയാലോ നമുക്ക്? ഓക്കേടാ, അതേപോലെ കട്ടി ഉപയോഗിക്കാം നമുക്ക്. നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങളെ ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പറോ? ന്യൂസ് പേപ്പർ വെച്ച് എന്ത് ചെയ്യാനാ ഉദ്ദേശിച്ചത്? ഈ ന്യൂസ് പേപ്പർ എന്തിനു യൂസ് ആവില്ലല്ലോ, പിന്നെന്തിനാ? ആരാ പറഞ്ഞത്? വാ മുത്ത, ഇവിടെ വന്ന് കുറച്ചേരം കടന്നു നോക്കിയാ. എടാ, നീ മുടി എങ്ങനെ മുട്ടാനാ ഈ ആഗ്രഹിക്കുന്നത്? എനിക്ക് നിങ്ങളെ മാരിക്കന്നെ ഒരു മുടി ഇട്ടി തരും. ഈ മുടിയൊക്കെ എങ്ങനെയാ എനിക്ക് കട്ട് ചെയ്യാൻ കഴിയാ? കത്രി കൊണ്ട് കട്ട് ചെയ്യും, അതൊക്കെ ഒരു ചോദ്യാ. അച്ഛാ, നിങ്ങൾക്ക് തേക്കണ മാരിക്ക പദപദ സോപ്പ് എനിക്കും വേണം. എന്റെ ചെറുക്ക, ഇജ്ജ് വിചാരിച്ചമാർക്ക് സാധാരണ സോപ്പല്ലാതെ. അതെന്താ അങ്ങനെ? അതെന്താ പ്രത്യേകിച്ച് എന്താ ചേർത്തിക്കണോ? ഈ സോപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യാനാ ഷിൻഷാൻ? ഇപ്പൊ പറഞ്ഞ എനിക്കൊന്നും മനസ്സിലാവില്ല. എന്റെ അപ്പാനെ പോലെ ഇജ്ജ് വലിയ ചെറുക്കനാകുമ്പോ അപ്പൊ മനസ്സിലാവും എനിക്ക്. ഓ പിന്നെ അച്ഛന് മനസ്സിലാവാത്ത 50 മനസ്സിലാവും. ഇപ്പൊ തന്നെ പറയല്ലേ വിടൂലാന്, അല്ലെങ്കിൽ ഐസ്ക്രീം വാങ്ങി തരുമോ? വാങ്ങിത്തരാതെ നിൽക്കൂലല്ലോ. സാർ, നിങ്ങൾ വേറെ ഏതോ ഓർഡർ ചെയ്യുന്നുണ്ടോ? ഞങ്ങൾക്ക് ഒരു ഐസ്ക്രീം തരുമോ പ്ലീസ്? സാർ, നിങ്ങൾക്ക് ഏത് ഫ്ലേവർ ഐസ്ക്രീം വേണ്ടേ? ഏതെങ്കിലും ഒന്നാ വലിയ പ്ലേറ്റിലിട്ട് വരാൻ പറയട്ടോ. അർജന്റ് കഴിഞ്ഞപ്പോ വാങ്ങായി. ഫസ്റ്റ് ഇഞ്ഞ വീട്. ഉടുക്ക പോനെ. ഞാൻ ഇംഗ്ലീഷ് ട്യൂഷന് പോവാണ്. ഓ ഓ ഓ എന്ത് ചെയ്യാനാ? ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചാലേ വലിയ ചക്കനാകാൻ പറ്റുള്ളൂ. എന്തേച്ചത് പഠിച്ചില്ലെങ്കിൽ 6 വയസ്സിൽ ചാടൂലേ?
അമേരിക്കയിൽ വൻ സ്ഫോടനം നടന്നിട്ടുണ്ട്. ഷിൻചാൻ എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഭക്ഷണം കഴിച്ചതിന് ശേഷം പല്ല് തേക്കണം എന്ന്. ഇജ്ജ് പല്ല് തേച്ചപ്പോ അതൊക്കെ അടുത്ത ആഴ്ച നോക്കാം. ഞാൻ ഇപ്പൊ കുറച്ച് ബിസിയിലാണേ. ഇതൊന്ന് തരുമോ എനിക്ക്? ആ ചെറുക്ക എടുത്തതേ. ഷിൻചാൻ എപ്പം നോക്കിയാലും എന്റെ അടുത്ത് പൈസ ഇല്ല എന്ന് വല്ല പറയല്ലേ. ഇപ്പൊ മാത്രം തിന്നാൻ എനിക്ക് ഇവിടുന്ന് പൈസ ഇട്ടേ. ആകെ പറഞ്ഞ ഞാൻ പൈസ കൊടുത്ത് വാങ്ങി തിന്നാണെന്ന്. പിന്നെ എങ്ങനെ ഇജ്ജ് വാങ്ങിയത്? ആ സീക്രട്ട് എനിക്ക് പറഞ്ഞിട്ടെങ്ങ. ഞാൻ തിന്നിന്റെ പൈസ ഇവരുടെ അടുത്ത് വാങ്ങിക്കൊണ്ടിട്ടോ. ഇതാ പൂച്ചയാണ് കസാമ, വേഗം പോയി ആ പൂച്ചനെ പിടിച്ച്. അത് പെണ്ണാണ്, പെണ്ണിന് എനിക്ക് അലർജിയാണ്. ഞാൻ ചെയ്യുന്നൊന്ന് ശ്രദ്ധിക്കേ. കോല് വെച്ച് തിന്നാൻ ഇത്ര ബിൽഡപ്പ് ഒന്നും വേണ്ടട്ടോ. ഞാൻ മര്യാദക്കന്നെ തിന്നണം നോക്കി. ഇങ്ങോട്ട് നോക്ക് ഷിൻചാൻ. തെറ്റി ചെറിയ കുട്ടികളാകുമ്പോ തന്നെ തീർത്തണം നല്ലതാണ്. ഇല്ലെങ്കിൽ വലുതാകുമ്പോ അതന്നെ കാരം. ഓ അതുകൊണ്ടാണല്ലേ നിങ്ങൾ നന്നാവാതെ പോയതിപ്പം. നമ്മൾ എന്തിനു പറഞ്ഞു തന്നീന്? അത് തന്നെ അത് തന്നെ. നിങ്ങൾക്ക് എന്ത് സഹായമാണ് എന്നോട് ചോദിക്കുക, ഒരു കുഴപ്പമില്ല. എപ്പോഴും ഫ്രീ തന്നെയാണ്. നിങ്ങളോട് വർത്താനം പറയാനോട് പറയാണെങ്കിൽ ടൈം കൊടുക്കി. കുറച്ചേരെങ്കിലും അടങ്ങിക്കടാ. ഇല്ല നിങ്ങളോടല്ല സാർ, ഞാൻ നിങ്ങളോട് അങ്ങനൊക്കെ പറയാം. ഇവിടെ ചെറിയ ചെക്കൻ ഇവിടെ കളിച്ചിട്ടിരിക്കുക, ഓനോട് അങ്ങനെ പറയാണ് ഞാൻ, അല്ലാതെ നിങ്ങളോടൊന്നല്ല പറഞ്ഞത്. ഹലോ, ആ സൈഡ് നിൽക്കുന്ന ആളെ ഈ ഫോൺ വേഗം കട്ടായിക്കളി, ഇല്ലെങ്കിൽ ഇയാൾ നിങ്ങളെ വർത്താനം പറഞ്ഞെന്നെ കൊല്ലും. ഇപ്പൊ നമ്മള് ആന്റി ഷിൻചാൻ നീ ഇവിടെ തന്നെയാണോ? ഇപ്പഴും നീ പോയിട്ടില്ല? ഇല്ലേ, നേനിന്റെ പോ കളിക്കണം പറഞ്ഞില്ല. അപ്പോത്തിന് എങ്ങനെ പോവാൻ നിക്കണേ? എന്ത് നേനിന്റെ ഇപ്പൊ കളിക്കും പറഞ്ഞോളൂ. അപ്പൊ പിന്നെന്തിനാ ഞാൻ ഇനി വേറെ ഫ്രണ്ടിന്റെ വീട്ടിക്ക് പോയത്? ഇപ്പൊ എപ്പോഴാ പോയത്? എത്ര മണിക്ക് വരുന്നാ പറഞ്ഞത് അവള്? വേഗം വരേക്കാന്ന് ഷിൻചാൻ. ചെലപ്പോ ഈ വരുന്നത് അവള് മറന്നിക്കണെങ്കിലോ? അവള് മറക്കാൻ ചാൻസ് ഇല്ല. ഞാൻ ഉറങ്ങുന്ന ടൈമില് വരാന്ന് പറഞ്ഞത്. അതെങ്ങനെ അവള് മിസ്സാക്കണേ? എന്തൊക്കെ സമയം എന്നെ കാണാൻ നല്ല